ഹലോ ഗായ്സ്, എൻ്റെ പേര് ബ്രൂട്ടോ. എല്ലാവർക്കും നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ 3ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഓക്കെ, സീൻഡ്രോ ഞാൻ ഇവിടെ നിന്നും കോപ്പി അടിച്ച് വന്നില്ല കേട്ടോ. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു ഇൻട്രോ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗോൾ ലിസ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഗോൾ വരുന്നത് ഒരു നെതർ പോർട്ടൽ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഗോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീറ്റ് ഫാം സെറ്റ് ചെയ്യണം. കാരണം നമുക്ക് അറിയാമല്ലോ, ഒരു ഫുഡ് സോഴ്സിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു വീറ്റ് ഫാം. നമ്മളെ മൂന്നാമത്തെ ഗോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കൂട്ടുകാരനെ, ഒരു ജമ്പർ കുട്ടനെ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഗോള്. അപ്പോൾ പറഞ്ഞു പോരടിക്കില്ല, നേരെ വീട്ടിലോട്ടേക്ക് പോയാലോ എന്നാ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഗോളായിട്ടുള്ള നെതർ പോർട്ടൽ ബിൽഡ്. അപ്പോൾ നമുക്ക് നെതർ പോർട്ടലിന് വേണ്ടി ലാവ കണ്ടുപിടിക്കണം. അപ്പോൾ ലാവ ഞാൻ അവിടെ നിങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ, അവിടെ മലേൻ്റെ മേലെ കുറച്ച് ലാവ കണ്ടിരുന്നു. അപ്പം ഇങ്ങനെ പോയാൽ ശരിയാവില്ല, നമുക്ക് ബക്കറ്റില്ല. അപ്പോൾ ഒരു ബക്കറ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് ബക്കറ്റ് ഉണ്ടാക്കാനുള്ള അയൺ എൻ്റെ കയ്യിൽ ഉണ്ടാവുമെന്ന് അറിയില്ല. ഗൈസ്, ബക്കറ്റ് ഉണ്ടാക്കാനുള്ള അയണില്ല. കുറച്ച് ഇങ്കട്ട് എടുത്തിട്ടുണ്ട്, ഇത് വെച്ച് നോക്കട്ടെ. ഗൈസ്, ബക്കറ്റ് ഉണ്ടാക്കാനോ. ഓക്കെ, നമ്മളൊരു ബക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി നേരെ പോവാം. ഇവിടെ ഒരു പ്രഷർ പ്ലേറ്റ് വെക്കണം ഗൈസ്, ഇത് ഭയങ്കര എടുക്കാറാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഗോള് ഒരു ഇത് കണ്ടുപിടിക്കാം, നെതർ പോർട്ടൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാ എന്താണ് ലാവ ഞാൻ പറഞ്ഞത്. ഒരു ബക്കറ്റ് ഓഫ് വാട്ടർ എടുക്കാം. ഓക്കെ, നമുക്ക് നേരെ മേലേക്ക് പോവാം. ഇവിടെ എവിടെയെങ്കിലും ഈ ഒഴുകുന്ന ലാവയിൽ ഉണ്ടാക്കാനാവില്ല കേട്ടോ ഗൈസ്. ഇത് ഞാൻ നടത്തിയ റിസർച്ചിൽ എനിക്ക് മനസ്സിലായി, ഒഴുകുന്ന ലാവയിൽ ഉണ്ടാക്കാനാവില്ല. അപ്പോൾ ഗൈസ്, അതാ അവിടെ ഒരു ലാവ പൂളുണ്ട്. അപ്പോൾ നമുക്ക് ഗ്ലിച്ച് വർക്കായില്ല, സാരമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം പിടിക്കാം. അപ്പോൾ അവിടെ ഒരു ലാവ പൂളാണ്. അപ്പോൾ ഇത് കുറച്ച് ബോറുള്ള പരിപാടിയാണ്. ഇവിടെ ഹായ് ബ്രോ, പറയൂ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് കുറച്ച് ബോറടിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഞാൻ ഈ ഒബ്സൈഡ് എടുക്കുമ്പോഴത്തേക്ക് ഞാൻ എന്തിനാണ് ഈ ചാനൽ തുടങ്ങിയത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ ചാനൽ തുടങ്ങാൻ ഇൻസ്പയർ ആയത് സുധിയിൽ നിന്നും അതുപോലെ കിഫിയിൽ നിന്നൊക്കെയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങാൻ ഒരു ഇൻസ്പിറേഷൻ എടുത്തത്. അതേപോലെ ഞാൻ പണ്ട് തൊട്ടേ മൈൻക്രാഫ്റ്റ് കളിക്കുന്ന ഒരു വ്യക്തിയാണ്. കുറേ ആയി. അപ്പോൾ വെറുതെ ഇങ്ങനെ കളിക്കുന്നതിൽ നല്ലതല്ലേ ഒരു ചാനൽ തുടങ്ങുന്നതെന്ന് വിചാരിച്ചിട്ട് ഒരു ചാനൽ തുടങ്ങിയതാണ്. അപ്പോൾ ഇതല്ല എൻ്റെ ആദ്യത്തെ ചാനൽ. ഞാൻ മുന്നേ കുറേ ചാനൽ തുടങ്ങിയിട്ടുണ്ട്, എല്ലാം ഫ്ലോപ്പായി പോയി. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഒരു ബ്രൂട്ടോ ഗെയിമിംഗ് എന്ന് പറഞ്ഞൊരു ചാനൽ തുടങ്ങിയതാണ്. അപ്പോൾ എനിക്കറിയുന്ന രീതിയിൽ അത്യാവശ്യം ഞാൻ എഡിറ്റെല്ലാം ചെയ്തിട്ടാണ് വീഡിയോ ഇടുന്നത്. എനിക്ക് വല്ലാതെ എഡിറ്റ് ചെയ്യാനൊന്നും അറിയില്ല, എന്നെങ്കിലും എനിക്കറിയാം. അത്യാവശ്യമൊക്കെ എനിക്ക് എഡിറ്റ് ചെയ്യാൻ അറിയാം കേട്ടോ. ആ ഒരു ഇതിലാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. ഇത് സക്സസ് ആവുമോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം, എന്നാൽ മാത്രമേ നമുക്ക് ഇത് വിജയത്തിലേക്ക് എത്തിക്കാനോ. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എനിക്ക് പിന്നെ സുധീനെ ഭയങ്കര ഇതാണ് കേട്ടോ. കാര്യം ഞാൻ സുധിയാണ് എല്ലാ വീഡിയോയും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, എല്ലാം ഇങ്ങനെ ഇരുന്ന് കാണും. ഭയങ്കര രസമാണ് കേട്ടോ. പുള്ളിക്കാരൻ സമ്മതിക്കണം, സത്യം പറയാലോ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് മൈൻഡ് ചെയ്യട്ടെ. ഇതായിരുന്നു. എനിക്കൊരു 15 എണ്ണം കിട്ടിയിട്ടുണ്ട്. കുറേ എണ്ണം ലാവയിലേക്ക് ഇങ്ങനെ വീണും പോയി.
ഓക്കെ, അപ്പോൾ അതാണ് ഇത്ര സമയമായി. അപ്പോൾ 15 മതി എന്ന് വിചാരിക്കുന്നു. അയ്യോ ഓ ഇപ്പം തീർന്നേനെ, തെറിച്ച് പോയി. അവിടെ തന്നെ ഒരു ക്രീപ്പറുണ്ട്. ഓക്കെ ഗൈസ്, ചിലപ്പം ക്രീപ്പറെല്ലാം ഉണ്ടാവും, അറിയില്ല. അപ്പോൾ ഗൈസ് 15 ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. 15 തന്നെ മതിയെന്ന് തോന്നുന്നു ഗൈസ്, അറിയില്ല. അങ്ങനെ സ്പൈഡർ വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ തീർത്തു. ഓക്കെ, ഇവളുടെ ആദ്യത്തെ കില്ലാണ് സ്പൈഡറിനെ. അവിടെ ക്രീപ്പറുണ്ട്, ഇങ്ങനെ ഭയങ്കര ഇറങ്ങാ. ഓഫ് ഓഫ്, അങ്ങനെയാണ് കില്ല് ചെയ്ത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പോർട്ടൽ ബിൽഡ് ചെയ്യാം. പോർട്ടൽ ബിൽഡ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ബിൽഡ് ചെയ്യാനാണ്. അപ്പോൾ എങ്ങനെയാണ് 1 2, പിന്നെ ഇവിടെ ഒരു ടെമ്പററി ബ്ലോക്ക് ഒന്നുമില്ല, ഡീപ്പ് ലൈറ്റ് എടുക്കാം. ഇവിടെ ഒരു ടെമ്പററി ബ്ലോക്ക്, എന്നിട്ട് 1 2 1 2 3 എന്നിട്ട് ഇവിടെ ഒരു ടെമ്പററി ബ്ലോക്ക്, 1 2 ആൻഡ് ഇവിടെ ഒരു ടെമ്പററി ബ്ലോക്ക്. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മുടെ പോർട്ടൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മറ്റോടെ ഡീപ്പ് ലൈറ്റ് ഹൈവാ. ഇങ്ങനെ ലൈറ്റും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ പോർട്ടൽ ബിൽഡ് റെഡിയായി. ഇവിടെ ഗോൾഡ് ലിസ്റ്റ് ഒന്ന് പോർട്ടൽ ബിൽഡ് എടുത്ത് മാറ്റണം. ഓക്കെ, അപ്പോൾ ഗൈസ് വേറെ അയണമൊന്നുമില്ല എൻ്റെ കയ്യിൽ. ഒരു ഇൻവേർട്ടുണ്ട് അതുകൊണ്ട്. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നമ്മൾ മിക്കവാറും മൈനിങ്ങിന് പോകേണ്ടി വരും. എൻ്റെ അടുത്താണെങ്കിൽ ഷീൽഡും ഇല്ല. ഷീൽഡ് നമുക്ക് കാണും. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, മൈനിങ്ങിന് പോകാം. ഇപ്പോൾ ടോർച്ച് നിർത്തിട്ടാട്ടെ ഗൈസ്. അപ്പോൾ ഞാൻ പോയിട്ട് കുറച്ച് അയൺ ഒപ്പിച്ചിട്ട് ഇതാ വരുന്നത് ഗൈസ്. 5 minutes later. ഗൈസ്, അങ്ങനെ നമുക്ക് 9 അയൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പോയിട്ട് ഒരു ഫ്ലിന്റ് ആൻഡ് സ്റ്റീൽ ഉണ്ടാക്കാം. അതിന് ഇതുമാണ് ഗൈസ്, എൻ്റെ പേരെന്തായിരുന്നു, ഗ്രാവൽ എന്ന് കിട്ടുന്ന സാധനമില്ലേ. ഓ, അതും ഇല്ല എൻ്റെ കയ്യിൽ. ശവലും എടുത്തിറങ്ങാം ഗൈസ്. ഒറ്റ മിനിറ്റ്, ഞാൻ ഒന്ന് ഒപ്പിച്ചിട്ട് ഇപ്പം വരാം ഗൈസ്. ഗൈസ്, അങ്ങനെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, നമ്മുടെ ഫ്ലിൻറ്റ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമുക്കിനി വേഗം പോയി ഒരു ഫ്ലിന്റ് ആൻഡ് സ്റ്റീൽ ഉണ്ടാക്കാം. ഗൈസ്, പുറത്തൊരു സോംബി അല്ലേ, ഒന്ന് കൊടുക്കട്ടെ പോയിട്ട്. ഓക്കെ ഗൈസ്, വേഗം പോവാം. പെട്ടെന്നൊരു ഫ്ലിന്റ് ആൻഡ് സ്റ്റീൽ ഉണ്ടാക്കാം. ഞാൻ നിന്നോണ്ടിരുന്ന ഇതിനാകട്ടെ വരും. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് നേരെ പോയിട്ട് നമ്മളെ ഇത് ലൈറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ വെച്ചാൽ പോരാ, നല്ല അടിപൊളിയാക്കി എടുക്കണം. അയ്യോ, അങ്ങനെ നമ്മളെ നെതർ പോർട്ടലിലൂടെ ലൈറ്റ്നിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനെ ജസ്റ്റ് ഒന്ന് മോഡലാക്കി അടിപൊളിയാക്കി എടുത്താലോ. അപ്പോൾ ഫ്ലിന്റ് ആൻഡ് സ്റ്റീൽ നമുക്ക് ഓക്കെ, നമുക്ക് ഇവിടെ എവിടെയോ ഒരു ഇതുണ്ട്.
അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് മൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഗോൾഡൻ ബ്ലോക്ക് അങ്ങ് എടുക്കാം. വെള്ളം വെച്ച് ഓക്കെ, നമുക്ക് ആ ഗോൾഡ് മൈൻഡ് ചെയ്യാം. ആദ്യം ഇവിടെ വെള്ളം വെച്ച് മേലേക്ക് കയറാം. ഓ ശരി പോകുന്നില്ല. അതെവിടെ നിന്ന് ഇങ്ങനെ ചെയ്യാം പറ്റുന്നത്. അപ്പോൾ കുറേ പേർക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവും, എങ്ങനെ മൊബൈലിൽ കളിക്കുമ്പോൾ ഇങ്ങനെ കൺട്രോളൊന്നും കാണാത്തതെന്ന്. അപ്പോൾ അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് മോഡ് ഇൻസ്റ്റാൾ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ മോഡൊക്കെ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അതിന് വേറെ ഒരു വീഡിയോ ആക്കി ഇടുന്നുണ്ട്. ഓ നൈറ്റ് ആയി ഇപ്പോൾ വരെ. 2 minutes later. ഓക്കെ ഗൈസ്, അങ്ങനെ നമുക്ക് ഇനി വേഗം പോവാം. പിന്നെ ഗോൾഡൻ ബ്ലോക്ക് ഞാൻ വെച്ചില്ല, ഞാൻ വേഗം കിടന്നുറങ്ങി പോകുന്നതാണ്. അപ്പോൾ ഇത് അവിടെ തന്നെ ഒരു മരമുണ്ട്, നമുക്ക് ഇത് തന്നെ അങ്ങ് എടുക്കാം. ഓക്കെ, ശരി, നേരെ ബേസിലേക്ക് പോകാം. ആ ബേസിലെത്തിയിട്ട് നിങ്ങൾ തന്നെ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസ് എത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് കുറച്ച് സ്റ്റേഴ്സും നമ്മൾ കുറച്ച് 2 സ്റ്റെപ്പും ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ചെറിയൊരു ഡെക്കറേഷൻ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതൊന്നും ചെയ്യട്ടെ. ഇതായിരുന്നു ഓക്കെ. ഇതൊക്കെ നമ്മുടെ നെതർ പോർട്ടലിൻ്റെ ബിൽഡ് ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ നെതർ പോർട്ടലിൻ്റെ ബിൽഡ് നമ്മുടെ ഗോൾ ലിസ്റ്റിൽ നിന്ന് വെട്ടി ആൻഡ് ഇൻവെൻ്ററി ലിസ്റ്റ് ക്ലീൻ ആക്കാം. എത്രയും പെട്ടെന്ന് ചെറുതല്ല, നല്ലൊരു വലിയ വീറ്റ് ഫാം സെറ്റ് ചെയ്യാം. അതിന് വേണ്ടി കുറച്ച് സീഡ് വേണം നമുക്ക്. എൻ്റെ കയ്യിൽ 3 സീഡ് ഉണ്ട്. പോയി സീഡൊന്ന് കളക്ട് ചെയ്യട്ടെ. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ ഒരു സ്റ്റാക്കും 4 എണ്ണം ഒപ്പിച്ചെടുത്തിട്ടുണ്ട് കുറേ നേരമായി. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ നടാം. ഓക്കെ ഗൈസ്, 2 ഹോൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. മേലപ്പം ഗൈസ്, അപ്പോൾ നമ്മുടെ ഒരു വീറ്റ് ഫാമാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെയാണ്, ഈ ഒരു സ്ഥലത്താണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഈ ഒരു കുന്നിൻ്റെ മേലേക്ക്. ഓക്കെ, അപ്പോൾ അത് തന്നെ നമുക്കൊരു അൺലിമിറ്റഡ് വാട്ടർ സോഴ്സ് ഉണ്ടാക്കിയെടുക്കാം. അവിടെ നമ്മുടെ പണി കുറച്ചുകൂടി ഈസി ആവും. ഇവിടെ അൺലിമിറ്റഡ് വാട്ടർ സോഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്.
ഒന്ന് പോയി കിടക്കാം. ഐസ് എന്താ ഐസ് ഓടിൻ്റെ അകത്ത് പോകും. Guys, ഇവിടെയാണ് ഒരു സ്പോണാന്ന്. ഞാൻ കയറി കിടന്നോ? ഇവിടെ എവിടെയോ മോണിറ്റർ ഉണ്ട്. ബെഡ് ഒട്ടിച്ചെടുക്കാം ഗൈസ്. സ്ലാബിൻ്റെ റിപ്ലേസ് ചെയ്യാനല്ലോ. നമ്മൾ കിടക്കാൻ വൈകി പോയതുകൊണ്ടാണ്. എന്താ ഗൈസ് റിപ്ലേസ് ചെയ്യാനല്ലോ. ഇവിടെയും നടക്കൂല. ഗൈസ് അങ്ങനെ നമുക്കിനി കിട്ടിയ ശരീരം ഉണ്ടായി നടാം. ഇതിലിപ്പോൾ ഫുഡൊന്നും ഇല്ല. അപ്പോൾ ഉള്ള കുറച്ച് ഫുഡ് എടുക്കാം. ലീവ്സ് വെച്ച് വെക്കാം. കാവും ഇല്ല ഗൈസ്. ഇപ്പോൾ തൽക്കാലം റോട്ടം ബ്രഷ് ഒന്നുമില്ല. റോട്ടം ബ്രഷ് എന്നാ എന്നിട്ട് അവിടെ ഒരു കവുണ്ട്. കവിൻ്റെ അടുത്ത് വെച്ച് കുറച്ച് മിൽക്ക് എടുക്കാം. ഓക്കെ മിൽക്ക് താം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവര് നല്ല എണ്ണ കേട്ടോ. ഇവനാണ് നമുക്ക് മിൽക്ക് അല്ല. അപ്പോൾ ഇവിടെയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിന് തന്നെ അവിടെയൊക്കെ ഒന്ന് റെഡി ആക്കട്ടെ. ഇവിടെയൊക്കെ ഒന്ന് ഇങ്ങനെ ടിൽറ്റ് വെക്കാം. ഫുള്ള് ഇതാണ് തണ്ടർ സ്റ്റോം ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ താഴേക്ക് കുഴിച്ച് വന്നിട്ട് ഇവിടെ കിടന്നുറങ്ങാം. ഓക്കെ, നമുക്ക് ഇപ്പോൾ എന്താ ചേട്ടാ ഏതാ സ്ഥലോ ഗൈസ്? ഏതാ സ്ഥലം? എല്ലാം പോയോ?
എൻ്റെ വേൾഡ് എല്ലാം പോയി തോന്നുന്നു. ഇവിടെയാണ് ഇതാ ഗൈസ്, ഇവിടെ തന്നെ സ്പോണേ. കാരണം പോവാണ്ടിരുന്നാ മതി. ക്രീപ്പറെ കൊണ്ട് ചില്ലറ ഇടങ്ങാറൊന്നുമില്ല ഗൈസ്. വരാം തോന്നും. അങ്ങനെ എൻ്റെ ഇത് മാത്രം ഇടാൻ കിട്ടിയതുള്ളൂ. നോക്കുമ്പോൾ ഇതാര മനുഷ്യൻ്റെ വീടിൻ്റെ എന്താ കഴിയത് ഗൈസ്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് റീബിൽഡ് ചെയ്യട്ടെ. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് നിർത്താനാവില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ടൊന്ന് റീബിൽഡ് ചെയ്യാം. അപ്പോൾ വലുതായി ഒന്നും പൊട്ടിക്കൊന്നുമില്ല, ലേശാണ് പൊട്ടിക്കുള്ളൂ. അപ്പോൾ ബ്രൂട്ടോ ഇതാ വരും. ഗൈസ് അങ്ങനെ നമ്മൾ എല്ലാം റീക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെ ആയിരുന്നു വിശ്വസിക്കുന്നു. ബോ കിട്ടി, വെച്ചൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കട്ടെ. ഇല്ല, ഓക്കെ. അതൊക്കെ വാങ്ങിച്ചോളാം. ഓക്കെ. ഇപ്പോൾ നമ്മുടെ ഫാമിൻ്റെ അതിൽ ഇത്ര ആയിട്ടുണ്ട്. നമ്മുടെ വീറ്റ് ഫാം ചെയ്യാനുള്ള. അപ്പോൾ ഇത് 2 ബ്ലോക്ക് ഒന്ന് ഡിലീറ്റ് ചെയ്യാം. ഇനി നമുക്ക് നടാം ഗൈസ്. അപ്പോൾ നമ്മളെ സീഡെടുക്കാം, നമുക്ക് നട്ടു തുടങ്ങാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ വീറ്റ് എല്ലാ സീഡ് മൊത്തം നട്ട് എല്ലാം കഴിഞ്ഞ്. ഓക്കെ. അപ്പോൾ നമ്മുടെ 2ാമത്തെ ഗോൾ ഇവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വീറ്റ് ഫാം ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ 2ാമത്തെ ഗോൾ നമ്മൾ ഗോൾ ലിസ്റ്റ് നട്ടി. പിന്നെ നെതർ പോർട്ടലിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല, അത് അടുത്ത എപ്പിസോഡിൽ പോവാം. ഇനി നമ്മുടെ 3ാമത്തെ ഗോളാണ് ഫൈൻഡ് എ ഫ്രണ്ട്, ഒരു കൂട്ടുകാരനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. അത് നമ്മളിപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ ഗൈസ്. അപ്പോൾ കൂട്ടുകാരനെ കണ്ടുപിടിക്കാൻ ഈ ഒരു എപ്പിസോഡിൽ നിന്നാൽ വീഡിയോ ഭയങ്കര ലെങ്തായി പോവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ ഒക്കെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇനി പുതിയൊരു എപ്പിസോഡായിട്ട് കാണുന്നതിൽ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.